ഹലോ നമസ്കാരം. കണ്ണപ്പ കണ്ണപ്പ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഒപ്പീനിയൻ വീഡിയോ അല്ലെങ്കിൽ റിവ്യൂ വീഡിയോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമല്ല. അത് വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറയുകയാണ്, കാരണം വെറുതെ ആളുകളെ മിസ്ലീഡ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. മിസ്ലീഡ് ചെയ്യാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ ടൈറ്റിലും തമ്പനയിലും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അതിലൊക്കെ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വീഡിയോൻ്റെ അകത്താണെങ്കിലും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഞാൻ പടം കണ്ടിട്ടില്ല. ആക്ച്വലി കാണണം, വേണ്ടേ വേണ്ടേ കാണണോ, ആ ഒരു അവസ്ഥയിലാണ് ഞാനിരിക്കുന്നത്. സീരിയസ്ലി ഞാൻ പറയുന്നത് ശരിയാണോ അല്ലേ എന്നുള്ളത് ഐ ഡോണ്ട് നോ. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ട്രെയിലറോ മറ്റേ ടീസറോ എന്തൊക്കെയൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് കണ്ടിട്ടത് മോശം നല്ലതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ആസ് എ പ്രേക്ഷകൻ എനിക്കത്ര അപ്പീലിംഗ് ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. അല്ലെങ്കിൽ ഇത് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം എന്നുള്ള ആ ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ സ്കിപ്പ് ചെയ്യാൻ കാരണം. ഞാൻ വീണ്ടും പറയുന്നത് ശരിയാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ മറ്റൊരു കാരണം കൂടിയുണ്ട്. പൊതുവേ ഞാൻ എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയിട്ട് കാണാറുണ്ട്. ഇപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പടം കാണും, വീട്ടിൽ വന്ന് കിടന്നുറങ്ങും. ഞാൻ വീഡിയോ ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എനിക്ക് അത്യാവശ്യം നല്ല പൈസ ചിലവുള്ള സമയമാണ്. അത്യാവശ്യം പൈസ സേവ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, സമയത്തിന് എൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിന് പ്രധാനമാണ്. അത് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ ആക്ച്വലി ഉണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയുടെ കാര്യം പറയുമ്പോൾ, ഈ സിനിമ ഏത് സിനിമയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു സിനിമ ഞാൻ ഉദാഹരണം പറയണമെന്ന് മാത്രം. ഇതിലിപ്പോൾ പോയി കുത്തിയിരുന്ന് കഴിഞ്ഞാൽ തന്നെ എന്താണ് 3 മണിക്കൂറോളം ഇല്ലേ, ഇത്ര 2.5 മണിക്കൂറോ എന്തോ ഇല്ലേ, 2.3 മണിക്കൂറോളം ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ കൂടി ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് അത്ര അപ്പീലിംഗ് ആയിട്ടും തോന്നാത്തൊരു ഇതായത് കൊണ്ട് ഞാൻ ആക്ച്വലി ഇത് സ്കിപ്പ് ചെയ്യാം എന്നൊരു തീരുമാനം എടുത്തിട്ട് സ്കിപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ ഈ സിനിമയെ ഞാൻ ഡീഗ്രേഡ് ചെയ്യുന്നു അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇതൊന്നും ഡീഗ്രേഡ് ചെയ്തിട്ട് എനിക്കൊരു തേങ്ങാത്ത കൊലയും കിട്ടാൻ ആക്ച്വലി ഇല്ല. ഞാൻ ഈ പടം മോശമാണെന്നോ നല്ലതാണെന്നോ അങ്ങനെ ഒന്നും ഞാൻ ആക്ച്വലി പറയുന്നില്ല. ഞാൻ എന്തുകൊണ്ട് ഈ സിനിമ കാണാൻ പോയില്ല എന്നുള്ളൊരു കാര്യമാണ് ആക്ച്വലി പറഞ്ഞത്. അപ്പോൾ ചിന്തിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ടീച്ചറോ ട്രെയിലറൊക്കെ വന്ന സമയത്ത്, അത് കണ്ട സമയത്ത് എനിക്ക് അത്ര ഇമ്പ്രസീവായിട്ടോ അല്ലെങ്കിൽ എനിക്കിത് കാണണമെന്ന് തോന്നാത്തത് കൊണ്ട് തന്നെ, എനിക്ക് അത്ര അപ്പീലിംഗ് ആയിട്ട് തോന്നാത്തത് കൊണ്ട് തന്നെ എന്നാൽ പിന്നെ വേണ്ട, വിട്ടേക്കാം, വല്ല OTT വരുന്ന സമയത്ത് കണ്ടു കളയാം എന്നുള്ള രീതിയിലുള്ളൊരു ചിന്തയിൽ ഞാൻ പിന്നെ അങ്ങനെ ഇരുന്നു. അത് തന്നെയാണല്ലോ ഉചിതം. കാരണം നമുക്ക് ഓൾറെഡി ഒരു അപ്പീലിംഗ് ആയിട്ട് തോന്നാത്ത, അല്ലെങ്കിൽ അത്ര കണം പോണ്ട എന്നുള്ളൊരു രീതിയിൽ ഇരുന്ന്, അല്ലെങ്കിൽ അത്ര ഇൻട്രസ്റ്റ് തോന്നാത്തിരുന്നിട്ട് നമ്മൾ പിന്നെയും നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്തിട്ട് പോയി തിയേറ്ററിലിരുന്ന് 3 മണിക്കൂറോളമൊക്കെ കണ്ടിട്ട് എങ്ങാനും പറ്റാതെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വന്നിരുന്നിട്ട് പടം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ പറയണതിൽ അർത്ഥമില്ലല്ലോ. അല്ലെങ്കിൽ അത് എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ അതിന് മുതിരാതെയൊക്കെ ഇരുന്നത്. യെസ്, ഓഫ് കോഴ്സ്, ഈ മണി മാറ്റേഴ്സ്. എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂയിലൂടെ ഞാൻ പോകുന്നുണ്ട്. ടൈം മാറ്റേഴ്സ്, അതും എനിക്കിപ്പോൾ വളരെ പ്രധാനമായിട്ടൊരു കാര്യത്തിലൂടെ ഇരിക്കണം. അപ്പോൾ അതൊക്കെ എല്ലാം കൂടിയും കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ആക്ച്വലി ഇത് സ്കിപ്പ് ചെയ്തത്. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നത് മോശമാണെന്നോ നല്ലതാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എന്തുകൊണ്ട് പോയില്ല, ഇപ്പോൾ നമ്മൾ കണ്ടാലുള്ള എക്സ്പീരിയൻസ് പറയാറുണ്ടല്ലേ, അതേപോലെ തന്നെ ഞാൻ എന്തുകൊണ്ട് കണ്ടില്ല എന്നുള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടി പറഞ്ഞു എന്ന് മാത്രം. സത്യത്തിൽ ഞാൻ കാണാതിരുന്നതിനെ കുറിച്ചിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം? തമാശ രീതിയിൽ ചോദിച്ചു എന്ന് മാത്രം കേട്ടോ, ഒന്നും വിചാരിക്കണ്ട. പടം എങ്ങനെയുണ്ട്? അറ്റ്ലീസ്റ്റ് ലാലേട്ടൻ എങ്ങനെയുണ്ട്? കണ്ടവർ അഭിപ്രായം പറയണ്ട, കാണാത്തവർ അങ്ങനെ പടത്തിനെ ഇതാക്കി പറയണ്ട. കണ്ടവർ പറ, എങ്ങനെയുണ്ട് ആക്ച്വലി? ലാലേട്ടൻ എത്ര നേരമുള്ളത്? 10 മിനിറ്റെങ്കിലും ഉണ്ടാ? 5 മിനിറ്റ് എന്തോ ഉള്ളു തോന്നുന്നു അല്ലേ? പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ നിന്ന് എത്ര ആളുകൾ പോയി കണ്ടു എന്ന് എനിക്കറിയില്ല. ബട്ട് കേരളത്തിൽ നിന്ന് ആളുകൾ ഈ സിനിമ പോയി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ ഫാക്ടർ ഉള്ളതുകൊണ്ടായിരിക്കും. ഒബ്വിയസ്ലി ലാലേട്ടൻ ഉള്ളതുകൊണ്ട് ലാലേട്ടനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പം ഞാൻ ഈ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ
ഇതുവരെ പ്ലാൻ ഇല്ല. ഇനി എങ്ങാനും പോവുകയാണെങ്കിൽ തന്നെ ലാലേട്ടൻ ഉണ്ടല്ലോ, ലാലേട്ടനെ കാണാം എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കും ഞാൻ ആക്ച്വലി പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചത് അറ്റ്ലീസ്റ്റ് ലാലേട്ടൻ്റെ പോർഷൻ എങ്ങനെയുണ്ട് എന്ന്. പൊതുവേ ഞാൻ പറയാമല്ലോ, ഞാൻ അങ്ങനെ ആൾക്കാരുടെ അഭിപ്രായം കേട്ട് പോലില്ല. എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. ഇപ്പോഴും സ്വന്തമായിട്ട് വിലയിരുത്തുക എന്നുള്ളൊരു കാര്യത്തോടാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് ദിവസം തന്നെ ആദ്യ ഷോ തന്നെ പോയിട്ട് കണ്ടിട്ടാണ് നമ്മുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ ചെയ്യലുള്ളത്. പക്ഷേ ഈ സാഹചര്യങ്ങളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് മുറുക്കുന്ന അവസ്ഥയിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് മെല്ലെയൊക്കെ പോവാന്നുള്ള ലെവലിലേക്കൊക്കെ ആക്ച്വലി എത്തും. അപ്പോൾ ഞാൻ എന്തായാലും ആരുടെയും അഭിപ്രായത്തിനൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. ഞാൻ ജസ്റ്റ് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് വീഡിയോയിലൂടെ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു എന്ന് മാത്രം. എന്തായാലും നോക്കട്ടെ, പറ്റിയാലേ കാണുന്നുള്ളൂ. തിയേറ്ററിൽ പോയിട്ടില്ലെങ്കിൽ OTT വന്നിട്ട് ഞാൻ എന്തായാലും കാണും. അത് തിയേറ്ററിൽ പോയി കാണും എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. എന്തായാലും സംഗതി OTT വന്നു കഴിഞ്ഞാൽ എന്തായാലും കാണും. കാരണം എല്ലാ പടങ്ങളും എല്ലാ രീതിയിലുള്ള പടങ്ങളും കണ്ടിരിക്കണമല്ലോ. എങ്ങനെയൊക്കെയാണ് എന്താണ് ഇവർ എടുത്തു വെച്ചിരിക്കുന്നത്. കുറവുകളാണെങ്കിലും കൂടുതലുകളാണെങ്കിലും ഒക്കെ നമുക്കത് കണ്ടാൽ മാത്രമാണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ എന്തായാലും വരട്ടെ, വന്നിട്ട് കാണാം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടൻ ഇപ്പോൾ 10 മിനിറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ലാലേട്ടനെ കാണാനായിട്ട് പോകുന്ന സമയത്തെ ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടാണെങ്കിലും നമ്മുടെ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിലൊക്കെ ഇതിൻ്റെ ഫസ്റ്റ് ട്രെയിലറാണ് എന്തോ ലാസ്റ്റ് ഈ അടുത്തെങ്ങാനും വന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് വന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് എൻ്റെ ചാനൽ എടുത്ത് നോക്കി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഞാൻ ട്രെയിലർ റിയാക്ഷൻ ടീസർ റിയാക്ഷനൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ ഇതിൻ്റെ വന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടില്ല. കാരണം എനിക്കത് താല്പര്യം തോന്നാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാതെ ഞാൻ അത് വിട്ടത്. ഐ മീൻ ഞാനത് ഷൂട്ട് ചെയ്തു, പക്ഷേ ഞാനത് പോസ്റ്റ് ചെയ്തില്ല. കാരണം എന്തിനാണ്, വേണ്ട, അങ്ങനെ ഞാൻ ലീവ് ചെയ്തൊരു കാര്യമാണ്. പിന്നെ തുടരും സിനിമ നമ്മൾ ലാലേട്ടനെ കണ്ട്, ലാലേട്ടൻ അത്രയും ഫെയിലിയറിലൂടെ കടന്നു പോയിട്ട് അങ്ങനെ ഒരു അവസ്ഥയായിരുന്നല്ലോ. അങ്ങനെ ഇരുന്നിട്ട് ആളുകൾ കൊതിച്ചിരുന്ന ലാലേട്ടനെ കണ്ട ഒരു സാഹചര്യമാണ് തുടരും സിനിമ ഇറങ്ങിയ സമയത്ത് തുടരത്തിലൂടെ നമ്മൾ കണ്ടത്. എല്ലാം ഉണ്ടല്ലോ അതിൽ, അടിക്കടി, മാസത്തിന് മാസ്, സെന്റിക്ക് സെന്റി, എവരിത്തിങ്, ഇമോഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ ലാലേട്ടൻ മലയാളത്തിൽ ഒരു ഗംഭീര സിനിമ തന്നിട്ട് ലാലേട്ടനെ നമ്മൾ അങ്ങനെ മനസ്സിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഇപ്പം നമ്മൾ ലാലേട്ടനെ കാണുന്നത്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒപ്പീനിയൻ പറയണത്, എനിക്ക് ലാസ്റ്റായിട്ട് ലാലേട്ടൻ ഇപ്പോൾ തുടരും സിനിമയിൽ എനിക്ക് അങ്ങനെ ഇരിക്കണം, എനിക്ക് അത് മതി. എനിക്ക് ആ മുഖം മനസ്സിന്ന് പോകണമെന്ന് ആക്ച്വലി ഇല്ല. ലാലേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ മനസ്സിന്ന് പോകണമെന്ന് ആഗ്രഹം ആക്ച്വലി ഇല്ല. അപ്പം അങ്ങനെ കണ്ടിട്ടിരിക്കുകയാണ്. അപ്പം ലാലേട്ടൻ ഭാഗമാവുന്ന അടുത്തൊരു സിനിമ ഞാൻ കാണുന്നുണ്ടെങ്കിൽ അത് ഇനി ഹൃദയപൂർവ്വം വരട്ടെ, അല്ലെങ്കിൽ മറ്റേ ലാലേട്ടനും ഫഹദും മമ്മൂക്കയും ഒക്കെ കൂടി ഒരു പടമൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വരുന്ന സമയത്ത് അത് കാണാൻ വേണ്ടി പോവാം. അത് അത്യാവശ്യം പ്രതീക്ഷയൊക്കെ ഉള്ളൊരു സിനിമ കേട്ടോ, ഹൃദയപൂർവ്വവും അല്ലെങ്കിൽ മറ്റേ ലാലേട്ടൻ മമ്മൂക്കയൊക്കെ ഉള്ള സിനിമയൊക്കെയാണെങ്കിൽ പ്രതീക്ഷയുള്ള സിനിമ. അപ്പം ഞാൻ ഇനി കാണുന്നുള്ളൂ എന്നൊരു തീരുമാനം കൂടി ആക്ച്വലി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എല്ലാം കണക്കിലെടുത്തിട്ടാട്ടോ ഇതിന് പോവാതിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലാലേട്ടൻ നന്നായി ചെയ്തിട്ടുണ്ടോ ഇല്ലേ, എന്താ പരിപാടി ഒന്നും എനിക്കറിയില്ല, ട്രോളാവില്ല, ഒന്നും നത്തിങ്, ഐ ഡോണ്ട് നോ. പക്ഷെ ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല എന്ന് മാത്രം. ഈ ഒരു ഫാക്ടറും കൂടി കണക്കിലെടുത്തിട്ട് ഞാൻ കണ്ടില്ല എന്ന് മാത്രം. വേണ്ട, ലാലേട്ടൻ നമ്മൾ തുടരത്തിൽ കണ്ടിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അന്ത ഹാപ്പിനെസ് നിലനിർത്തി ഹൃദയപൂർവ്വം വരുന്ന സമയത്ത് അത് കാണാം. അതിനുശേഷം അത് ഗംഭീരമാവട്ടെ. മറ്റേ ലാലേട്ടൻ മമ്മൂക്കയുള്ള പടം വരുന്ന സമയത്ത് അതും പോയിട്ട് കാണാം. അപ്പോൾ അത് മതി എന്നുള്ളതാണ് എൻ്റെ ഒരു മൂഡ്. സിമ്പിൾ ലോജിക്. ഇപ്പോൾ ഞാൻ ഇതിലിപ്പോൾ എന്താണ് പറയുക, ഇതിൻ്റെ അകത്ത് ലാലേട്ടൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ പോലും ചെയ്യില്ലായിരുന്നു. ടു ബി ഫ്രാങ്ക്, നമ്മൾ ഫേക്ക് ആയിട്ട് കാര്യമില്ല, ഉള്ള കാര്യം പറയണം. ഇപ്പോൾ യെസ്, ഓഫ് കോഴ്സ് ഇതൊരു കണ്ടന്റ് തന്നെയാണ്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം കണ്ടന്റ് തന്നെയാണ്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ലാലേട്ടൻ ഫാക്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ പോലും ആക്ച്വലി ചെയ്യില്ലായിരുന്നു. ഞാനിപ്പോൾ OTT വന്നാൽ പോലും ഇത് കാണുന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കില്ലായിരുന്നു. കാരണം ഏതൊരു പ്രേക്ഷകനും ഒരു ടീസറും ട്രെയിലറും കണ്ടിട്ട് ആ സിനിമ കാണണോ വേണ്ടോ എന്ന് തീരുമാനം എടുക്കാനുള്ള റൈറ്റ്സ് ആക്ച്വലി ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്കിപ്പ് ചെയ്യാം എന്നുള്ളൊരു മൂഡിലാണ് ആക്ച്വലി ഇരുന്നുണ്ടായിരുന്നത്. ബട്ട് OTT വരുമ്പോൾ ഞാൻ കാണും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതിൻ്റെ റീസൺ ലാലേട്ടൻ ഫാക്ടർ ആക്ച്വലി ഉള്ളതുകൊണ്ടാണ്. അതും കൂടി ഇല്ലെങ്കിൽ ഞാൻ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല. അതിൻ്റെ അർത്ഥം എനിക്ക് അക്ഷയ് കുമാറിനെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ എന്താ പറയുക, പ്രഭാസിനെ ഇഷ്ടമല്ല എന്നൊന്നുമല്ല. എനിക്കിതിൻ്റെ അതുപോലെ എല്ലാ ആക്ടേഴ്സിനെയും ഇഷ്ടമാണ്. പക്ഷെ ഒരു സിനിമ എന്നുള്ള രീതിയിലേക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് അത്ര അപ്പീലിംഗ് ആയിട്ട് ടീസറും ട്രെയിലറും വന്ന സമയത്ത് എനിക്ക് തോന്നാത്തത് കൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തു എന്ന് മാത്രം. അക്ഷയ് കുമാറൊക്കെ സൂപ്പർ അല്ലേ, അക്ഷയ് കുമാറിനെ ആർക്ക വിരോധം. പിന്നെ ഞാൻ ദൈവവിശ്വാസിയാണ്. അപ്പോൾ എനിക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഏത്യസ്റ്റോ ഉണ്ടംപുരി ഒന്നുമല്ല, വിശ്വാസിയാണ്. അപ്പോൾ പക്ഷെ ഒരു സിനിമ എന്നുള്ള രീതിയിലേക്ക് നോക്കുന്ന സമയത്ത്
ചട്ടയാണല്ലോ, ലൈക്ക് അല്ലേ, പുസ്തകത്തിന്റെ മുകളിലൊരു ചട്ടയുണ്ട്. അപ്പൊ ആ ചട്ട കണ്ട് ജഡ്ജ് ചെയ്യരുത് എന്നാണ്. പക്ഷെ എന്റെ സാഹചര്യവും കൂടി ഞാൻ കണക്കിലെടുത്തിട്ട് ഇതിന്റെ ടീസറും ട്രെയിലറും പരിപാടിയൊക്കെ കണ്ട് ഞാൻ വേണ്ട പോട്ടെ പിന്നെ നോക്കാം എന്നുള്ളൊരു മൂഡിലേക്ക് എത്തി എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പൊ ഞാൻ എൻ്റെ ഈ സിനിമ കാണാതിരുന്നതിന്റെ എക്സ്പീരിയൻസും കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഒന്നും വിചാരിക്കണ്ട, വേറെ ഒന്നുമില്ല, ഡിഗ്രേഡിങ് പരിപാടികളൊന്നുമില്ല. പിന്നെ ലാലേട്ടൻ ഈ സിനിമയുടെ ഭാഗമായത്, ലാലേട്ടൻ ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ ഭാഗമായതാണ് തോന്നുന്നു, അങ്ങനെ എന്തൊക്കെയോ ഞാൻ കേട്ടായിരുന്നു. ആയിക്കോട്ടെ, അത് പുള്ളിയുടെ ഇഷ്ടം. ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ പുള്ളി സാലറി ഒക്കെ വാങ്ങാണ്ട് ഭാഗമായതായിരിക്കും, ചെയ്യട്ടെ, നോ ഇഷ്യൂസ്. അതിൽ പുള്ളിയോട് നമുക്ക് പരാതി ഒന്നുമില്ല പ്രേക്ഷക എന്നുള്ള രീതിയിൽ. നമ്മൾ ലാലേട്ടൻ്റെ നീ കാണാൻ വേണ്ടി, അതായത് ഞാൻ ലാലേട്ടൻ്റെ നീ കാണാൻ വേണ്ടി ഇരിക്കുന്നത് ഹൃദയപൂർവ്വം ആണ് എന്ന് മാത്രം പറയുന്നു. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കാനുള്ളൂ. ഞാൻ വീണ്ടും പറയണു, നമ്മൾ സിനിമ കണ്ട് അതിനെക്കുറിച്ചൊരു ഒപ്പീനിയൻ പറയലുണ്ട്, കാണാത്തതിനെ കുറിച്ചും അതിൻ്റെ ഫാക്ടേഴ്സും നമ്മൾ പറയണ ഒരു പുതിയ തരത്തിലുള്ള കണ്ടന്റ് ഞാൻ ഇറക്കിയെന്ന് മാത്രം. അത് ഞാൻ പറഞ്ഞല്ലോ, തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തുകൊണ്ട് ഞാൻ കണ്ടില്ല എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്തു എന്ന് മാത്രം. ഇനി ഞാൻ കൂട്ടത്തിൽ ഇപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഓട്ടത്തിലാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2-3 ദിവസം മുമ്പ് ഓർത്തൊരു കണ്ടന്റാണ്, നമ്മുടെ മമ്മൂക്ക കളങ്കാവലെന്തായി, കളങ്കാവലെന്തായി, ഒരു വിവരവുമില്ല. കളങ്കാവലിനെ കുറിച്ചിട്ട് ആരും സംസാരിക്കുന്നതും കേൾക്കുന്നില്ല. കളങ്കാവലിനെ കുറിച്ചിട്ട് ഒരു വിവരവും എവിടെയും കാണാനില്ല. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ കളങ്കാവലിനെ കുറിച്ചിട്ട്? ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറ. ഒരു വിവരമില്ല. മമ്മൂക്കനെ കുറിച്ചിട്ട് ഒരു വിവരമില്ല. കളങ്കാവലിനെ കുറിച്ചിട്ട് ഒരു വിവരമില്ല. വാട്ട്സ് ഗോയിങ് ഓൺ? ആസ് എ പ്രേക്ഷകൻ, ഞാൻ ആസ് എ മമ്മൂട്ടി ഫാൻ ഓൾസോ ഞാൻ പറയണം, ഞാൻ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് കാണാൻ കൊതിച്ച് ഇരിക്കുന്ന സിനിമയാണ് കളങ്കാവൽ. കാരണം ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് പുള്ളി ചെയ്യുന്നത്, പെർഫോമൻസിന് സാധ്യതയുള്ള സാധനമാണ്. അപ്പോൾ ഓഫ് കോഴ്സ് അങ്ങനെയുള്ളൊരു സാധനമൊക്കെ മമ്മൂക്കയുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന സമയത്ത് അത് കാണാൻ പോകാനുള്ള ക്യൂരിയോസിറ്റി ആക്ച്വലി ഉണ്ട്. അത് ഞാനിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല പറയുന്നത്, 2 മാസം മുമ്പേ എങ്ങാണ്ടോ ഞാൻ സംസാരിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ എന്താണെന്നറിയില്ല, അത് ഡിലേ ആവുന്നു, അത് വരുന്നൊന്നും കാണുന്നില്ല. എന്തായാലും വരട്ടെ, എത്രയും പെട്ടെന്ന് വരാൻ സാധിക്കട്ടെ. എന്താണാവോ മമ്മൂക്കയുടെ ഹെൽത്തിൻ്റെ അവസ്ഥ? റെസ്റ്റിൽ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. എന്ന് റെസ്റ്റ് തീരും, എന്ന് കളങ്കാവലിൽ എന്തെങ്കിലും വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മറ്റേ സന്തോഷ് നാരായണ, മറ്റേ എല്ലാവരും കൂടിയുള്ള ലാലേട്ടൻ്റെ കൂടെയൊക്കെയുള്ള പടമില്ലേ, അതിലെന്ന് ജോയിൻ ചെയ്യാൻ പറ്റും? എന്താണ് സ്ഥിതി? ഹെൽത്ത് ഓക്കെ ആണോ? ഓഫ് സ്ക്രീനിലും ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിൽ മിസ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. സോ എല്ലാം നന്നായി വരട്ടെ, മമ്മൂക്കയുടെ പടവും ഇറങ്ങട്ടെ, മമ്മൂക്കയുടെ ഹെൽത്ത് നന്നായിരിക്കട്ടെ. അപ്പോൾ ഞാൻ ഈ കൂട്ടത്തിൽ അതും കൂടി പറയുന്നു. കാരണം ലാലേട്ടനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മമ്മൂക്കയെക്കുറിച്ചും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സംസാരിക്കാൻ തോന്നും. അതേപോലെ തന്നെ മമ്മൂക്കയുടെ കാര്യം പറയുമ്പോൾ ലാലേട്ടൻ്റെ കാര്യം നമുക്ക് പറയാൻ തോന്നും. ദേ ആർ ജെംസ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ. ദാറ്റ്സ് ഇറ്റ്.